പ്രശസ്ത നടനും സംവിധായകനുമായ എ രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്ത ഇന്ന് പുലർച്ചെയോടെയാണ് എല്ലായിടത്തും എത്തിയത്. അദ്ദേഹത്തിന് 71 വയസ്സായിരുന്നു. സഹനടനായും വില്ലനായും ഒക്കെ നിരവധി വേഷങ്ങളും നിരവധി സിനിമകളും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നന്നായി ഒരുപാട് സിനിമകൾ ഓർമ്മ വരുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചതിൻ്റെ ഒരു മികവ് കൊണ്ടുമാണ് എന്ന് പറയാം. 71 വയസ്സായ അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇന്ന് പുലർച്ചെയായിരുന്നു. കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെ നാളിലെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലേടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും അഭിനയിച്ചിട്ടുണ്ട്. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. പ്രശസ്ത നാടക അഭിനേതാക്കളായിരുന്ന ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ പ്രിയപ്പെട്ട പത്നി. അവരുടെ മകൻ ദിവ്യദർശൻ സിനിമാ അഭിനേതാവാണ്. നടനും MLAയുമായ M മുകേഷിന്റെ സഹോദരി ഭർത്താവ് കൂടിയാണ് ഈ രാജേന്ദ്രൻ. അങ്ങനൊരു ബന്ധം മുകേഷുമായി രാജേന്ദ്രനുള്ളത് അധികമാർക്കും അറിയില്ല. ഇവർ രണ്ടുപേരും കൂടി നിരവധി സിനിമകളിൽ അടുത്ത് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോലും പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും പഴയ വീഡിയോ ക്ലിപ്പുകളുമെല്ലാം പുറത്തു വരുന്നുണ്ട്. സിനിമകളിലെ അഭിനയം, മികവ്, സാധ്യതകളെല്ലാം തന്നെ അദ്ദേഹം വളരെയധികം പരീക്ഷിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രശസ്ത നടനും സംവിധായകനും അന്തരിച്ച വാർത്ത എല്ലാവരും വേദനിപ്പിക്കുകയാണ്. സിനിമാ ലോകത്ത് നിന്ന് ഇങ്ങനെയുള്ള താരങ്ങൾ വിട പറയുമ്പോൾ അത് വളരെയധികം വിഷമമുള്ള വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം പ്രശസ്ത നടൻ എന്നതിനേക്കാൾ ഉപരി മലയാളികൾക്ക് ഒരുപിടി നല്ല കഥാപാത്രം സമ്മാനിച്ച നടൻ കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഓരോ വാർത്തയ്ക്കും ഇത്ര പ്രാധാന്യമുള്ളത് എന്ന് പറയാം. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയോട് വളരെയധികം തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും അവരുടെ സങ്കടം പ്രകടിപ്പിക്കുന്നത്. ആദരാഞ്ജലി പോസ്റ്റുകളും നടന്റെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഓർത്തെടുത്ത വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെ പലതിലൂടെയും തന്നെ പ്രേക്ഷകർ ഇപ്പോൾ അവരുടെ വിഷമം അറിയിക്കുകയാണ്. എത്ര നല്ല നടനായിരുന്നു, എന്തുമാത്രം കഥാപാത്രങ്ങളിലാണ് അദ്ദേഹം തിളങ്ങിയത്, ഇങ്ങനെ ചോദിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിൽ അദ്ദേഹം തിളങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു മഹാനടനായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മലയാളികൾക്ക് ഏറെയും സുപരിചിതമായൊരു മുഖം തന്നെയാണ്. വില്ലനായും സഹനടനായും ഒക്കെ അഭിനയിച്ച് ഫലിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത്. ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ മാത്രമല്ല ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് എ രാജേന്ദ്രൻ. അതുപോലെ തന്നെ നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലായിരുന്നു താരം പഠിച്ചത്. ഭാര്യാപിതാവ് ഒ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കൊല്ലത്തെ കാളിദാസ കലാകേന്ദ്രത്തിൽ മുഖ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. മലയാളികൾ കണ്ട മികച്ച നടന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് മലയാള ലോകവും സിനിമാ ലോകവും എത്തുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.